പി എം കെ എജ്യുമീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്നും അതിൻ്റെ നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, എന്താണ് ലീനിയർ പ്രോഗ്രാമിംഗ്. Linear programming is a powerful quantitative techniques in operational research which is used to solve allocation problem. അതായത് ചില ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഓപ്പറേഷണൽ റിസർച്ചിൽ ഉപയോഗിക്കുന്ന ഒരു പവർഫുൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് ലീനിയർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു മാത്തമാറ്റിക്കൽ മോഡലാണ്. ദ ടേം ലീനിയർ പ്രോഗ്രാമിംഗ് കൺസിസ്റ്റ് ഓഫ് ടു വേർഡ്സ്, ലീനിയർ ആൻഡ് പ്രോഗ്രാമിംഗ്. ഈ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് രണ്ട് വാക്കുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. ഒന്ന് ലീനിയർ എന്ന് പറഞ്ഞൊരു വാക്കിൽ നിന്നും മറ്റൊന്ന് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു വാക്കിൽ നിന്നും. ദ വേർഡ് ലീനിയർ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസിഷൻ വേരിയബിൾസ് ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ. അതായത് ലീനിയർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഡിസിഷൻ വേരിയബിൾസുകളുടെ റിലേഷൻഷിപ്പ് ഡയറക്ട്ലി പ്രപ്പോർഷനേറ്റ് ചെയ്യുന്നു എന്നതാണ്. ദ വേർഡ് പ്രോഗ്രാമിംഗ് റെഫേഴ്സ് ടു എ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ബൈ വിച്ച് എ പെർട്ടിക്കുലർ പ്രോഗ്രാം ഓർ പ്ലാൻ ഓഫ് ആക്ഷൻ ഡിസൈൻഡ് ടു അച്ചീവ് സം ഒപ്റ്റിമൽ റിസൾട്ട് വിത്ത് ദ ലിമിറ്റഡ് റിസോഴ്സസ്. പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിമിതമായ റിസോഴ്സിൽ നിന്ന് ഒപ്റ്റിമം റിസൾട്ട് നേടിയെടുക്കുന്നതിനുള്ള ചിട്ടയായ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ പ്ലാൻ ഓഫ് ആക്ഷൻ എന്നാണ്. ഇനി നമ്മൾക്ക് ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ലീനിയർ പ്രോഗ്രാമിംഗ് ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഒപ്റ്റിമം അലൊക്കേഷൻ ഓഫ് ലിമിറ്റഡ് റിസോഴ്സസ് ടു ദ ആക്ടിവിറ്റീസ് പ്രോഡക്റ്റ് സോ ആസ് ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് ഗെയിൻ ഓർ മിനിമൈസ് ദ കോസ്റ്റ് എഫേർട്ട് അണ്ടർ സച്ച് അസംഷൻസ് ആസ് സെർട്ടൈനിറ്റി, ലീനിയറിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് റിലേറ്റഡ് ഫാക്ടേഴ്സ്. അതായത് ചില അസംഷൻസുകളിൽ നിന്നും പരിമിതമായ റിസോഴ്സസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഇവയുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്നതിനോ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ പ്രോപ്പർട്ടീസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ്. ദ മോഡൽ മസ്റ്റ് ഹാവ് എ സിംഗിൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒരു ലീനിയർ പ്രോഗ്രാമിങ്ങിന് ഒരു സിംഗിൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത് z ഈസ് ഈക്വൽ ടു 2x പ്ലസ് 3y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അങ്ങനെയുള്ളൊരു ഇക്വേഷൻസിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു സിംഗിൾ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് മേക്ക് ചെയ്യുന്നത്. ഇത് രണ്ട് രീതിയിലാവാം: മാക്സിമൈസ് സെയിൽസ് ഓർ പ്രോഫിറ്റ് അല്ലെങ്കിൽ മിനിമൈസ് കോസ്റ്റ് ഓർ പ്രോഫിറ്റ്. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന് മാക്സിമൈസ് സെയിൽസ് ഓർ പ്രോഫിറ്റ്, ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് നമ്മൾ മാക്സിമൈസ് ചെയ്യിക്കുക അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസ് മാക്സിമൈസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത് മിനിമൈസ് കോസ്റ്റ് ഓർ ലോസ്, ഒരു സ്ഥാപനത്തിൻ്റെ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ലോസ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ദ മോഡൽ മസ്റ്റ് ഹാവ് സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ്. ഇതിനൊരു സിംഗിൾ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് മാത്രം പോരാ, ഇതിനെന്തുകൂടി വേണം? സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് കൂടി വേണം. ദ മോഡൽ മസ്റ്റ് ഹാവ് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ. അതുമാത്രം പോരാ, ഇതിൻ്റെ കൺസ്ട്രെയിൻറ്റ് എന്താവുകയും വേണം? നോൺ നെഗറ്റിവിറ്റി ആവുകയും വേണം എന്നും പ്രത്യേകം പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും ഒന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് മോഡൽ. ഫസ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു അറ്റൈൻ ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ഇതുകൊണ്ട് നമുക്ക് സാധിക്കുന്നു. ദ ഡിസിഷൻ മേക്കിംഗ് ബിക്കംസ് മോർ ഒബ്ജക്റ്റീവ് റാദർ ദാൻ സബ്ജക്റ്റീവ് ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ടേക്കിംഗ് ഡിസിഷൻസ് ഈസ് ഇംപ്രൂവ്ഡ്. നമുക്കറിയാം, ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് മോർ ഒബ്ജക്റ്റീവ് റാദർ ദാൻ സബ്ജക്റ്റീവ്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഓഫ്
ടേക്കിംഗ് ഡിസിഷൻസ് ഈസ് ഇംപ്രൂവ്ഡ്. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ചെയ്യിക്കാൻ പറ്റും ഈ ലീനിയർ പ്രോഗ്രാമിങ്ങിലൂടെ. ദെൻ ഇറ്റ് ഗീവ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡിസിഷൻ മേക്കർ ടു ഫോർമുലേറ്റ് ഹിസ് സ്ട്രാറ്റജീസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ കൺസ്ട്രെയിൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഒബ്ജക്റ്റീവ്സുകളും കൺസ്ട്രെയിൻസുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഡിസിഷൻ മേക്കർ അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസിനെ ഒരു സ്ഥിരതയോടുകൂടി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുവെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ബൈ യൂസിങ് ലീനിയർ പ്രോഗ്രാമിംഗ് ദ ഡിസിഷൻ മേക്കർ മേക്സ് ഷുവർ ദാറ്റ് ഹി ഈസ് കൺസിഡറിങ് ദ ബെസ്റ്റ് സൊല്യൂഷൻ. ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കുന്നതിലൂടെ ഒരു ഡിസിഷൻ മേക്കർക്ക് ഉറപ്പാണ് അദ്ദേഹം കൺസിഡർ ചെയ്യുന്നത് ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് എന്നുള്ളത്. ഇനി എന്തെല്ലാം ലിമിറ്റേഷൻസുകളാണ് ഇതിനുള്ളത് എന്ന് നോക്കാം. ഒന്നാമത്തത്, ഇറ്റ് ഈസ് നോട്ട് സിമ്പിൾ ടു ഡിറ്റർമൈൻ ദ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് മാത്തമാറ്റിക്കലി ഇൻ LPP. ലീനിയർ പ്രോഗ്രാമിങ്ങിൽ മാത്തമാറ്റിക്കലി ഒരു ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് ഡിറ്റർമൈൻ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്പെസിഫൈ ദ കൺസ്ട്രെയിൻസ് എവർ ആഫ്റ്റർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ്. അതായത് നമ്മൾ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസ് ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ കൺസ്ട്രെയിൻസ് സ്പെസിഫൈ ചെയ്യുക എന്ന് പറയുന്നതും അത്ര ഈസിയായ ഒരു കാര്യമല്ല. ദ സൊല്യൂഷൻസ് ഒബ്റ്റൈൻഡ് ഇൻ LPP മെ നോട്ട് ബി ഇൻറ്റിജേഴ്സ് അറ്റ് ഓൾ ദ ടൈം. എല്ലാ സമയത്തും നമുക്ക് LPPയിൽ നിന്നും കിട്ടുന്ന സൊല്യൂഷൻസ് ഇൻറ്റിജേഴ്സ് ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസിൽ വരുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ സെക്ഷൻസുകൾ മറ്റ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷൻസുകൾ കാണാവുന്നതാണ്.